നമസ്കാരം. ഇന്ന് നമുക്ക് ശ്രീനാരായണ ഗുരുദേവൻ്റെ ആത്മോപദേശ ശതകം എന്ന കൃതിയെക്കുറിച്ച് ഒന്ന് നോക്കാം. ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ച് പറയുമ്പോൾ ഒരു ആമുഖത്തിൻ്റെ ആവശ്യമില്ല എങ്കിലും നമുക്കത് പറയാതെ വയ്യ. ആത്മതത്വ പ്രബോധകമാണ് ശ്രീനാരായണ ഗുരുദേവൻ്റെ കൃതികൾ. നമ്മൾ അദ്ദേഹത്തിൻ്റെ കൃതികളിൽ കൂടി ഒരു തീർത്ഥയാത്ര നടത്തുകയാണെങ്കിൽ ഏവർക്കും പ്രകാശോജ്വലമായ ഒരു അനുഭൂതി ഉണ്ടാവുക തന്നെ ചെയ്യും. അദ്ദേഹത്തിൻ്റെ കൃതികൾ എന്ന് പറയുന്നത് വെറും ഈശ്വര പ്രാർത്ഥനകൾ അല്ല, കാവ്യകാന്തിയും അലങ്കാര ഭംഗിയും വൃത്ത സൗകുമാര്യവും ഉദ്ദിഷ്ടമായ അനുഷ്ഠാന ക്രിയകളും ഒക്കെ ഉൾക്കൊള്ളുന്നതാണ്. അതുപോലെ ജാതി ഭീകരതയുടെ ശക്തിദുർഗങ്ങളിൽപ്പെട്ട് നട്ടം തിരിഞ്ഞിരുന്ന കേരളത്തിൽ അതിനൊരു വെല്ലുവിളിയായി ഉദിച്ചുയർന്ന സൂര്യ തേജസ്സാണ് ശ്രീനാരായണ ഗുരുദേവൻ. അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും അന്ധകാരമകറ്റി സാമൂഹികമായ സ്വാതന്ത്ര്യം, ജാതീയമായ ഏകത, വിദ്യാഭ്യാസ സ്വാതന്ത്ര്യം, ആരാധനാ സ്വാതന്ത്ര്യം, സഞ്ചാര സ്വാതന്ത്ര്യം എന്നിങ്ങനെ ഉള്ള അടിസ്ഥാന ആവശ്യങ്ങളെല്ലാം തമസ്കരിക്കപ്പെട്ട് കഴിഞ്ഞിരുന്ന സൗഹൃദങ്ങൾക്ക് അത് ലഭ്യമാക്കുവാൻ വേണ്ടി ഗുരുദേവൻ ചെയ്ത സേവനങ്ങൾ വളരെ ശ്ലാഘനീയമാണ്. വേദങ്ങളിലെയും ഉപനിഷത്തുകളിലെയും സാരാംശം ആറ്റിക്കുറുകി അദ്ദേഹം തൻ്റെ കൃതികളിലൂടെ പുനരാവിഷ്കരിച്ചു. വൈദികവും ശൈവവും വൈഷ്ണവപരവുമായ സംസ്കാരത്തിൻ്റെ ഭംഗി അദ്ദേഹത്തിൻ്റെ കൃതികളിൽ നമുക്ക് കാണാം. ഈ വേദാന്ത തത്വങ്ങളിലെ സാരാംശം എന്ന് പറയുന്നത് ദ്വൈതമാണെന്നും അദ്വൈതമാണെന്നും പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ട്. നമുക്ക് ആ അഭിപ്രായ വ്യത്യാസങ്ങളിലേക്കോ ദ്വൈതം അദ്വൈതം എന്നിവയുടെ നിർവചനത്തിലേക്കോ കടക്കേണ്ടതില്ല തൽക്കാലം. ശ്രീനാരായണ ഗുരുദേവൻ്റെ ആത്മോപദേശ ശതകം എന്ന കൃതി നമുക്കൊന്ന് നോക്കാം. എന്നാലും അദ്വൈത ദർശനമാണ് കൂടുതൽ ആൾക്കാരും അനുവർത്തിക്കുന്നത്, അതായത് ഫോളോ ചെയ്യുന്നത്. ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു പ്രമുഖ ദാർശനിക കൃതിയാണ് ആത്മോപദേശ ശതകം. ഇത് 4 വരിയുള്ള ഓരോ ശ്ലോകങ്ങൾ, അങ്ങനെ 100 ശ്ലോകങ്ങൾ ചേർന്നതാണ് ആത്മോപദേശ ശതകം എന്ന കൃതി. അതുകൊണ്ടാണല്ലോ ഗുരുദേവൻ ഈ കൃതിക്ക് ആ പേര് ഇട്ടിരിക്കുന്നത് തന്നെ, ആത്മോപദേശ ശതകമെന്ന്. അത് തികച്ചും അന്വർത്ഥവുമാണ്. ആത്മാവ് ആത്മാവിനെ ഉപദേശിക്കുകയാണെന്നും ആത്മാവിനോട് തന്നെ ഉപദേശിക്കുകയാണെന്നും നമുക്ക് തോന്നും. ഈ ശ്ലോകം തുടങ്ങുന്നത് തന്നെ അറിവെന്ന പദത്തിൽ നിന്നാണ്. അതുപോലെ ജ്ഞാനസ്വരൂപത്തെ പഞ്ചേന്ദ്രിയങ്ങൾ അടച്ച് വണങ്ങുവാനാണ് ഗുരു ഇതിലൂടെ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ആത്മീയ സൗന്ദര്യവും കാവ്യ സുഭഗതയും ഒത്തിണങ്ങിയ ഒരു കൃതിയാണ് ആത്മോപദേശ ശതകം. ഈ കൃതിയിൽ കൂടി ഗുരു തൻ്റെ വേദാന്ത ചിന്തകളെ നവീന മാനവികതയുമായി വിളക്കി ചേർത്തിരിക്കുകയാണ്. ഒരു ജാതിയിൽ തന്നെ വിഭിന്ന ജാതികളും ഉപജാതികളും ഒക്കെയായി സ്വയം തീർത്ത വാൽമീകത്തിനുള്ളിൽ കഴിയുകയും അന്ധകാരവും അനാചാരങ്ങളും കൊടികുത്തി വാണിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഗുരുദേവൻ തൻ്റെ ഏകമത സിദ്ധാന്തം ഈ ആത്മോപദേശ ശതകമെന്ന കൃതിയിൽ കൂടി നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. മതവും ദൈവിക വിചാരങ്ങളും സാംസ്കാരിക പുരോഗതിയുടെയും മാനവിക പുരോഗതിയുടെയും ജിഹ്വകളാണ്. കാവ്യകാന്തിയുടെ പൊൻതളികയിൽ അദ്ദേഹം ആധ്യാത്മിക അമൃതം നമുക്ക് ആവോളം പകർന്നു തന്നിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഈ ആത്മോപദേശ ശതകം എന്ന കൃതിയിൽ കൂടി നമുക്കൊരു തീർത്ഥയാത്ര നടത്തിയാലോ? വരൂ എനിക്കൊപ്പം. ആത്മോപദേശ ശതകം എന്ന കൃതിയിലെ ആദ്യ ശ്ലോകം നമുക്കൊന്ന് നോക്കാം. അറിവിലുമേറിയറിഞ്ഞിടുന്നവൻ തൻ ഉരുവിലുമൊത്തു പുറത്തുമുജ്ജ്വലിക്കും കരുവിനു കണ്ണുകളഞ്ചുമുള്ളടക്കി തെരുതെരെ വീണു വണങ്ങിയോതിടേണം. ഇതാണ് ആത്മോപദേശ ശതകത്തിലെ ആദ്യ ശ്ലോകം. അറിവ് എന്ന പദത്തിൽ നിന്നാണ് ഈ ശ്ലോകം തുടങ്ങുന്നത് തന്നെ. ഗുരു തൻ്റെ യോഗാനുഭൂതിയിലൂടെയും കൈവരിച്ച ആത്മജ്ഞാനത്തിൻ്റെയും പ്രകാശത്തിൽ
ആത്മതത്വം വർണ്ണിക്കുകയാണ് ആത്മോപദേശ ശതകം എന്ന ശ്ലോകത്തിലൂടെ. ആത്മാവിനെ ഉപദേശിക്കുകയാണെന്നും ആത്മാവിനോട് തന്നെ ഉപദേശിക്കുകയാണെന്നും നമുക്ക് അർത്ഥമെടുക്കാം. ഗുരുവിൻ്റെ സ്വാനുഭവം തന്നെ അദ്ദേഹം ഈ കൃതിയിൽ കൂടി നമുക്ക് വെളിവാക്കി തരികയാണ്. ഈ കൃതിയിലെ ഓരോ ശ്ലോകങ്ങളിലും കൂടി കടന്നു പോകുമ്പോൾ നമുക്ക് പഴയ കാര്യം ആവർത്തിക്കുകയാണോ എന്ന് തോന്നിപ്പോകും. പക്ഷെ അതങ്ങനെയല്ല. വിവിധ വീക്ഷണകോണുകളിൽ നിന്ന് നോക്കുമ്പോൾ മാത്രമേ നമുക്കതിൻ്റെ അർത്ഥവ്യത്യാസം ഉൾക്കൊള്ളാൻ കഴിയുകയുള്ളൂ. ആ രീതിയിലാണ് ഈ ശ്ലോകം ക്രമീകരിച്ചിരിക്കുന്നത് തന്നെ. ആദ്യത്തെ ഈ ശ്ലോകത്തിൽ തന്നെ കവിത്വ ശക്തിയുടെയും തപശക്തിയുടെയും ഇഴുകിച്ചേരലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ പ്രപഞ്ചം ഉണ്ടെന്ന് തോന്നുന്നത് തന്നെ അറിവിൻ്റെ ഫലമായിട്ടാണ്. ഈ അറിവും അറിയുന്നവൻ്റെ രൂപവും അറിയപ്പെടുന്നത് എന്ന തരത്തിൽ പുറത്തുനിന്ന് പ്രകാശിക്കുന്നതുമായ ആ കരുവിനെ, ആ ജ്ഞാനസ്വരൂപത്തെ, ആ പരബ്രഹ്മത്തെ പഞ്ചേന്ദ്രിയങ്ങൾ അടച്ചു വണങ്ങുവാനാണ് ഗുരു ആഹ്വാനം ചെയ്യുന്നത്. ഇവിടെ പഞ്ചേന്ദ്രിയങ്ങൾ കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി ഇതൊക്കെയാണല്ലോ. പക്ഷേ ഗുരുദേവൻ കണ്ണുകൾ 5 ഉള്ളടക്കി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ കാവ്യ ഭംഗിയും അലങ്കാര ഭംഗിയും വൃത്തഭംഗിയും ഒക്കെ നമുക്ക് കാണാം. അവനവനിൽ തന്നെ ഉള്ളതും എന്നാൽ അധികമാർക്കും അറിയാൻ കഴിയാത്തതുമായ ആ കരുവിനെ ആണ് വീണ് വണങ്ങേണ്ടത്. സർവഭൂതത്തിലും താനെന്നും സർവഭൂതവും തന്നിലെന്നും ഉള്ള ബോധം ഉണ്ടാകണമെന്നും പറയുന്നുണ്ട്. യതീശ്വരനായ മഹാകവീശ്വരനായ ഗുരുദേവൻ്റെ ഈ ആത്മോപദേശ ശതകം എന്ന കൃതിയുടെ ആധ്യാത്മിക സൗന്ദര്യത്തിൻ്റെ പൂച്ചന്ദ്രികയിൽ ഓരോ അനുവാചകനും നീന്തി തുടിക്കാം. എങ്ങനെ? ഒരു തീർത്ഥ സ്നാനത്തിൽ ആറാടുന്നത് പോലെ. ഇവിടെ അറിവ് എന്ന് ഗുരുദേവൻ അരുളി ചെയ്തിരിക്കുന്നത് ബോധരൂപമായ പരബ്രഹ്മത്തെയാണ്. ബ്രഹ്മത്തെക്കുറിച്ചാണ് പറയുന്നതെങ്കിലും ബ്രഹ്മം എന്ന ഒരു വാക്ക് ബോധപൂർവം ഗുരുദേവൻ ഈ കൃതിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുമുണ്ട്. പഞ്ചേന്ദ്രിയങ്ങളെ കീഴടക്കി അതിസൂക്ഷ്മമായി തിരഞ്ഞാൽ മാത്രമേ അറിയുന്നവൻ്റെ രൂപം, അറിയപ്പെടുന്നത് എന്ന തരത്തിൽ വെളിയിൽ നിന്ന് പ്രകാശിക്കുന്നതുമായ ആ കരുവിൻ്റെ, അതായത് ത്രിപുടി മുടിഞ്ഞ്, ഈ 3 ആ ത്രിപുടി മുടിഞ്ഞ് ആ കരുവിനെ പഞ്ചേന്ദ്രിയങ്ങൾ അടച്ച് വണങ്ങുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. 3 ഒരുമിച്ച് ഇവിടെ പറയുന്നില്ല, വെവ്വേറെ പറയുന്നു. അതായത് അനേകം കർമ്മങ്ങളെ, അനേകം കാര്യങ്ങളെ ഒരു ധർമ്മത്തിലോ ഒരു ക്രിയയിലോ ഇവിടെ ആരോപിച്ചിരിക്കുന്നു. അനേക കാര്യങ്ങളെ ഏകത്തിൽ അന്വയിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടെ ദീപകാലങ്കാരമാണ്. അനേകമേഘ ധർമ്മത്തിൽ അന്വയിപ്പത് ദീപകം. അതാണ് ദീപക അലങ്കാരം. ദീപകാലങ്കാരം എല്ലാവരും ഹൈസ്കൂൾ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. അനേകത്തിനെ ഏകത്തിൽ അന്വയിപ്പിക്കുന്നു. ഈ ശ്ലോകത്തിൽ കണ്ണുകൾ 5 ഉള്ളടക്കി എന്നുള്ള ഉപമാനം ഒളിഞ്ഞിരിക്കുന്നു. കണ്ണുകൾ 5 എന്ന ഉപമാനം വെളിവാക്കിയിരിക്കുന്നു. എന്നാൽ ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന് പറയുന്ന ഉപമേയം ഒളിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഇതിവിടെ അദ്ദേഹത്തിൻ്റെ അലങ്കാരവും കവിതകളിൽ പ്രയോഗിക്കുവാനുള്ള അദ്ദേഹത്തിൻ്റെ ചാരുത, കഴിവ് എത്ര അലംഘനീയമാണ്. കണ്ണ്, മൂക്ക്, ത്വക്ക്, നാക്ക്, ചെവി എന്നീ പഞ്ചേന്ദ്രിയങ്ങളാകുന്ന ഉപമേയങ്ങളാണ് ഇവിടെ തെളിഞ്ഞു വരുന്നത്. ആശയഗാംഭീര്യവും അർത്ഥസൗകുമാര്യവും ഇതുപോലെ ഉള്ള ദക്ഷിണാശാലികളായ കവീശ്വരന്മാർക്ക് മാത്രമേ രചിക്കാൻ കഴിയുകയുള്ളൂ. ഗുരു താൻ നേടിയ ആത്മാനുഭവത്തെ അനുവാചകർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ അറിവിലുമേറി അറിഞ്ഞിടുന്നവൻ താൻ. അറിവ് എന്ന് പറയുന്നത് ഭൗതികമായ അറിവ്. എൻജിനീയറിങ്ങിലോ മെഡിസിനിലോ ഒക്കെ അറിവ് നേടുമ്പോൾ, ശാസ്ത്രം അങ്ങനെയുള്ള അറിവുകളൊക്കെ നേടുമ്പോൾ അത് ഭൗതിക വിജ്ഞാനമാണ്. ആ ഭൗതിക വിജ്ഞാനം മാത്രം മനസ്സിലാക്കുന്നവരാണ് ഞാൻ ശരീരമാണ് എന്നൊക്കെ വിശ്വസിച്ച് പോരുന്നത്.
എന്നാൽ അറിവിലുമേറിയ അറിവ്, അതാണ് അറിവിലുമേറിയ അറിവെന്ന് പറയുന്നതാണ് പരമജ്ഞാനത്തെ കണ്ടെത്തുവാനുള്ള അറിവ്. അത് പുസ്തകങ്ങളിൽ നിന്നല്ല കിട്ടുന്നത്, ഗുരുക്കന്മാരിൽ നിന്നും കൃത്യമായ ധ്യാന അനുഷ്ഠാനങ്ങളിൽ നിന്നുമൊക്കെ ഉരുത്തിരിഞ്ഞു വരുന്ന ഒന്നാണ് ആ അറിവ്. അറിവിലും ഏറിയ അറിവ്. അറിവിലുമേറി അറിഞ്ഞിടുന്നവൻ തൻ. സാധാരണ അറിവിൽ നിന്നും, ആ അറിവിൽ നിന്നും നമുക്ക് ഫലം കിട്ടും. സാധാരണ അറിവ് അത് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന അറിവാണ്. ഒരു സ്ഥാപനത്തിൽ നമുക്ക് ജോലി ചെയ്താൽ ശമ്പളം കിട്ടും. അതെല്ലാം ഭൗതികമായ അറിവ്. അതേസമയം ആത്മീയമായ അറിവ്, അറിവിലുമേറിയ അറിവ്, ആ ആത്മീയമായ അറിവ് എന്ന് പറയുന്നത് പുസ്തകങ്ങളിൽ കൂടി കിട്ടുന്നതല്ല. ഗുരുവിൻ്റെ ശിക്ഷണത്തിലും ധ്യാനത്തിലും ഒക്കെ കൂടി മാത്രമേ നമുക്ക് കിട്ടൂ. അപ്പോൾ അഹം ബ്രഹ്മാസ്മി, തത്വമസി എന്നുള്ള അറിവൊക്കെ എവിടെയാണുള്ളത്? ആത്മീയമായ അറിവ് നേടണം. അറിവിലുമേറിയ അറിവ് നേടുന്നവർക്ക് മാത്രമേ അത് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ താൻ ശരീരമല്ല ആത്മാവാണ് എന്നുള്ള ബോധം അറിവിലുമേറിയ അറിവ് നേടിയവർക്ക് ഉണ്ടായിരിക്കുകയുള്ളൂ. അറിവിലും ഏറി അറിഞ്ഞിടുന്നവൻ തൻ ഉരുവിലും ഒത്തും പുറത്തും ഉജ്ജ്വലിക്കും. അകത്തും പുറത്തും ഒരുപോലെ ഉജ്ജ്വലിക്കുന്ന കരുവിനെ കണ്ണുകൾ 5 ഉള്ളടക്കി. ആ കരുവിനെ, ആ ജ്ഞാനസ്വരൂപത്തെ കണ്ണുകൾ 5 പഞ്ചേന്ദ്രിയങ്ങൾ 5 ഉള്ളടക്കി നിയന്ത്രിച്ച്, കരുവിനെ കണ്ണുകൾ 5 ഉള്ളടക്കി തെരുതെരെ വീണു വണങ്ങി യോതിടേണം. തെരുതെരെ എന്ന് പറയുന്ന ഇടതടവില്ലാതെ നമ്മൾ കണ്ടെത്തിയ ആ പ്രകാശരൂപത്തെ, ആ ജ്ഞാനസ്വരൂപത്തെ, ആ കരുവിനെ പഞ്ചേന്ദ്രിയങ്ങൾ ഉള്ളടക്കി ആ കണ്ട പ്രകാശത്തെ നമ്മൾ തെരുതെരെ വീണ് വണങ്ങി ഓതിടേണം. തെരുതെരെ ഇടതടവില്ലാതെ വണങ്ങി സ്തുതിച്ച്, തെരുതെരെ വീണു വണങ്ങി യോതിടേണം. അതിനെ സ്തുതിച്ച് വണങ്ങിയിട്ട് ഓതിടേണം എന്ന് പറയുന്നത് നമ്മൾ സാക്ഷാത്കരിച്ച അറിവ് മറ്റുള്ളവർക്കും കൂടി പകർന്നു കൊടുക്കണം എന്നും അർത്ഥമെടുക്കാം. അല്ലെങ്കിൽ ആ നേടിയ അറിവ് നമ്മൾ മനനം ചെയ്യണം, സ്വാധ്യായം ചെയ്യണം എന്നും നമുക്ക് പറയാം. അങ്ങനെ ഈ ആത്മോപദേശ ശതകത്തിലെ ഓരോ ശ്ലോകവും അലങ്കാരഭംഗിയുടെയും വൃത്തസൗകുമാര്യത്തിൻ്റെയും മന്ത്രധ്വനികളാൽ മുഖരിതമാണ്. അത് വീണ്ടും വീണ്ടും നമ്മൾ വായിച്ച് പഠിച്ച് മനസ്സിലാക്കണം. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഇതിൻ്റെ അർത്ഥം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇവിടെ ഇനിയും ഒത്തിരി പറയാനുണ്ട്. നമ്മുടെ വീഡിയോയുടെ ലെന്ത് കൂടുന്നതിനാൽ തൽക്കാലം പറയുന്നില്ല. ഇനി നമുക്കിതിൻ്റെ ബാക്കി ശ്ലോകങ്ങൾ പറയണമല്ലോ. അപ്പോൾ നമുക്ക് വിട്ടുപോയ കാര്യങ്ങളെല്ലാം കൂട്ടിച്ചേർത്ത് വീണ്ടും ബാക്കി ശ്ലോകങ്ങളെല്ലാം നമുക്കിതുപോലെ വീഡിയോസ് ചെയ്യാം എന്നുള്ള പ്രതീക്ഷയിൽ തൽക്കാലം ഇതിവിടെ നിർത്തുന്നു. നമസ്കാരം.